സെബസ്ത്യാനോസ്, നീയാണ് വലിയത്, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശിരസ് നമിച്ചു നിൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ ഭാവിയായ എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. നിങ്ങൾ 2012 ഈ മാർച്ച് 25 ദീപിക പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിരുന്ന കേരളത്തിന്റെ ഒരു മലയാള സിനിമയിലെ ഒരു വലിയ വില്ലൻ നായകനായിരുന്ന മലയാള സിനിമയുടെ പ്രകാശമായിരുന്ന ജോസ് പ്രകാശ് അന്തരിച്ചു എന്ന് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. അന്ന് ദീപിക പത്രത്തില് അതിനു മുൻപ് ജോസ് പ്രകാശ് 2011 ഡിസംബർ മാസം ക്രിസ്തുമസ് സന്ദേശം നൽകിയ സന്ദേശം ആ പത്രത്തില് ഇങ്ങനെ ഒരു ശീർഷകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ജീവിതം എന്റെ ബോണസ് ജീവിതമാണ്, ഈ ജീവിതം എന്റെ ഒരു ബോണസ് ജീവിതമാണെന്ന് പറഞ്ഞിട്ട് ഈ ജോസ് പ്രകാശ് പറഞ്ഞു വയ്ക്കുന്ന കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോസ് പ്രകാശ് ഇങ്ങനെ പറയുക, കട്ടിലിൽ തളർന്നു കിടക്കുന്ന മനുഷ്യനായിരുന്നു. അടുത്ത ജോസ് പ്രകാശ് പറയുകയാണ്, എന്നെ കണ്ടു കൊതി തീരാത്ത ദൈവം എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി വീണ്ടും എനിക്ക് ഒരു വർഷം ഒരു ബോണസ് ആയിട്ട് എന്റെ ജീവിതം നീട്ടി തന്നിരിക്കുകയാണ്. എന്റെ ഒരു കാലം ഒഴിച്ചെടുത്തിട്ട് അവിടെ നിന്ന് കരങ്ങളിൽ താങ്ങിയിരിക്കുകയാണ്. 2 കണ്ണിനെയും കാഴ്ച എടുത്തിട്ട് അവിടെ നിന്ന് തോളിലേറ്റി സംരക്ഷിക്കുകയാണ്. ഇതിനേക്കാൾ ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഈ കുറിപ്പ് എഴുതുന്നത്. അത് ജോസ് പ്രകാശ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ എന്റെ കട്ടിലിൽ കിടന്നാണ് മലമൂത്ര വിസർജനം നടത്തുക. എന്റെ കൈ കഴുകണമെങ്കിൽ, എന്റെ മുഖം കഴുകണമെങ്കിൽ പരസഹായം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എനിക്ക് ചോറ് വാരിത്തരണം. എന്റെ തലയൊന്ന് ഉയർത്തണമെങ്കിലോ താഴ്ത്തണമെങ്കിലോ എന്റെ വീട്ടിലുള്ളവരുടെ സഹായം കൂടാതെ എനിക്ക് സാധിക്കുകയില്ല. എന്നിട്ട് ജോസ് പ്രകാശ് പറയാണ്, എങ്കിലും എന്റെ മരുമകൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് ലോകത്തോട് വിളിച്ചു പറയാതിരിക്കാൻ വയ്യ എന്ന് പറയാം. എന്റെ മരുമകൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ഈ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് ജോസ് പ്രകാശ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, പുളിമൂട്ടിൽ കോടിക്കണക്കിന് സമ്പത്തുള്ള പുളിമൂട്ടിൽ കുടുംബത്തിൽ നിന്നുള്ളവളാണ് എന്റെ മരുമകൾ. രാവും പകലും ഉറക്കം വിളിച്ചു പോലും എന്നെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്നും അവളുടെ വീട്ടിലുള്ള കോടിക്കണക്കിന് സമ്പത്തിനേക്കാൾ വലിയ സമ്പത്താണ് അവളുടെ ഹൃദയത്തിലുള്ളതെന്നും ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ എന്റെ മകളോട് ചോദിക്കാറുണ്ട്, മകളെ ഉറക്കം വിളിച്ചു പോലും നിനക്കെന്നെ ശുശ്രൂഷിക്കുമെന്ന് മടുപ്പ് തോന്നാറില്ലേ എന്ന്. അപ്പോൾ അവളുടെ മുഖത്ത് വീഴുന്ന പുഞ്ചിരി കാണുമ്പോൾ ഒരു ആയുസ് മുഴുവൻ തപസ്സിരുന്നാൽ കിട്ടാത്ത ഒരു മഹാസൗഭാഗ്യമായി ഞാൻ കാണുകയാണ്. അത് ജോസ് പ്രകാശ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ എന്റെ മകൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പറയുന്നത് രോഗാവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സഹായം പോലും ഏറ്റവും വിലയുള്ളതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ദുർബലരായി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെ പരിചരിക്കാതിരിക്കരുത്. എന്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ബലഹീനരായിട്ട് രോഗികളായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും ശുശ്രൂഷിക്കാതിരിക്കരുത്. അത് ഞാൻ ഈ ചേച്ചിയോട്, ഈ മരുമകളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ അപ്പച്ചൻ എത്രമാത്രം സ്നേഹിക്കാനായിട്ട് ഇടവന്നത്? അപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചന് ചോറ് വാരി കൊടുക്കുമ്പോൾ, മുഖം കഴിയിക്കുമ്പോൾ, അപ്പച്ചൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ അപ്പച്ചൻ പറയും, 4 വാക്കുകൾ പറയും, മകളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. മകളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. കണ്ണുകളില്ലാത്ത മുഖത്തിന്റെ തേജോ വലിയ പ്രകാശം, നന്ദിയുടെ പ്രകാശം തുളുമ്പി നിൽക്കുന്ന ആ മുഖത്ത് നിന്ന് സ്നേഹത്തോടെ എൻ്റെ അപ്പച്ചൻ പറയുമ്പോൾ ദൈവം തന്നെ എന്നെ കൈനീട്ടി അനുഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇതിനേക്കാൾ വലിയൊരു സമ്പത്ത് എനിക്കില്ല, ഇതിനേക്കാൾ വലിയൊരു സുഖം എനിക്കില്ല. ഇതാണ് ലൂർദ് അനുഭവം മക്കളെ. ഇതാണ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ. നമ്മുടെ കുടുംബത്തില് രോഗിയായിട്ടുള്ളവര്, നമ്മൾ അല്പം സാമ്പത്തികമായിട്ട് താഴെയുള്ളവര്, അവരെയൊക്കെ നമ്മൾ അല്പം സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, ഒരു കൈത്താങ് നൽകുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുമ്പോൾ, എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാവ് പിതാവ് തിരിച്ചറിയുമ്പോൾ നമ്മൾ കുറെ കൂടി ഉദാരരാകുമ്പോൾ ഈ തിരുനാള് നമുക്കൊരു ആഘോഷമായിട്ട് മാറും, ഒരു അർത്ഥമുള്ള ഒരു തിരുനാളായിട്ട് മാറും. സ്നേഹമുള്ള കോയിപ്പള്ളി കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇവിടെ വന്ന് നിങ്ങളോട്, ഈ യുവജനങ്ങളോട് ഈ തിരുനാൾ സന്ദേശം പങ്കുവയ്ക്കാൻ എനിക്ക് കിട്ടിയ വലിയ കൃപയോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുകയാണ്. 88 വയസ്സായാലും സാമാന്യ ആരോഗ്യത്തോടെ ഇപ്പോഴും എൻ്റെ അമ്മയുണ്ട്. എൻ്റെ അമ്മയാണ് എനിക്ക് ഇത്രമാത്രം കരുത്ത് നൽകിയത്. എൻ്റെ അമ്മയുടെ വിശ്വാസം പോലെ പരിശുദ്ധ കന്യകാമരത്തിൽ വിശ്വാസം, പരിശുദ്ധ കന്യക പറയും, എൻ്റെ അമ്മയുടെ വിശ്വാസം പരിശുദ്ധ കന്യകാമരത്തിൽ നിന്ന് ഊറ്റിയെടുത്തതാണ്. അമ്മ പറയും, വ്യാകുലമാതാവ് പറഞ്ഞാൽ സാധിക്കാത്ത ഒന്നുമില്ലെന്ന് അമ്മ പറയും. സർവശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ 3 വാക്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ സുഹൃതജപമായി നിങ്ങൾ കൊണ്ട് നടക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, മറ്റൊന്നിലുമല്ല. സർവശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആ എളിമ നമുക്കുണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.